സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരു പ്രധാനപ്പെട്ട പുസ്തകത്തെപ്പറ്റി പറയാനാണ്. ഞാൻ പുതുതായി എഴുതിയ ആദർശ നിലാവ് പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ എന്ന പുസ്തകം ഫെബ്രുവരി മാസത്തിൽ പുറത്തിറക്കുകയാണ്. ആദരണീയനായ പാണക്കാട് പൂക്കോയത്തങ്ങളുടെ ജീവചരിത്രത്തിന്റെ ഒരു സമ്പൂർണമായ സാക്ഷാത്കാരമാണ്. ഏതാണ്ട് ഒരു 400 പേജുള്ള ഒരു പുസ്തകമായി ഇത് നിങ്ങളുടെ മുമ്പിലെത്തും. അദ്ദേഹത്തെപ്പറ്റി പഠിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ബാഫക്കി തങ്ങൾ രാഷ്ട്രീയ ജീവചരിത്രം എന്ന എന്റെ പുസ്തകം, അതിൽ നിന്നാണ് പാണക്കാട് പൂക്കോയത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് കൂടുതൽ പ്രേരണയായത്. കാരണം അവർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള എല്ലാവിധത്തിലുമുള്ള സൗഹാർദ്ദം, അവരുടെ കാഴ്ചപ്പാടുകളുടെ ഏകീകരണം, ഇതെല്ലാം വല്ലാതെ ആകർഷിച്ചു. അപ്പോൾ ഈ പുസ്തകം പൂർത്തിയാക്കുക. കാരണം പാണക്കാട് PMSA പൂക്കോയത്തങ്ങളെക്കുറിച്ച് അധികം പുസ്തകം പുറത്തു വന്നിട്ടില്ല. ബാഫക്കി തങ്ങളെക്കുറിച്ചും അധികം പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ കൂടുതൽ പഠനം ആവശ്യമാണ് പാണക്കാട് പൂക്കോയത്തങ്ങളെക്കുറിച്ച്. അത് എനിക്ക് വലിയൊരു പ്രേരകമായി, ഒരു ശക്തിയായിട്ട് തന്നെ വന്നു. ബഹുമാന്യരായ മുസ്ലിം ലീഗിന്റെ നേതാക്കളും വേറെ സാമൂഹ്യ രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും പ്രമുഖരെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് അഭിനന്ദനായ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ഇതിലേക്ക് പല പ്രമുഖരും, ബഹുമാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, അവരൊക്കെ ഇതിൽ അവരുടേതായിട്ടുള്ള നിഗമനങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നാൽ പുസ്തകത്തിന്റെ തുടക്കം, ആ തുടക്കത്തിൽ ഓരോ ഭാഗവും ബഹുമാന്യനായ തങ്ങൾ വഫാത്താകുന്നത് മുതൽ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം മുതൽ ഇതിൽ പ്രത്യേകമായിട്ട് എടുത്ത് ചേർത്തിട്ടുണ്ട്. ഉടപ്പനക്കൽ വസതിയെക്കുറിച്ച്, അതുപോലെ തന്നെ ബാഫക്കി തങ്ങളുടെ തുടർച്ച എന്ന ആ ഭാഗത്തെക്കുറിച്ച്, പ്രവാചക പരമ്പരയെക്കുറിച്ച്, സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ പൈതൃകത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അഹമ്മദ് കുരിക്കൽ ചാക്കീരി, NV അബ്ദുസലാം മൗലവി, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ തുടങ്ങിയവരുടെ തങ്ങളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച്, സമസ്ത കെട്ടിപ്പടുക്കാൻ ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയതിനെക്കുറിച്ച്, അതുപോലെ യത്തീമുകളെ ഏറ്റവും അധികം സ്നേഹിച്ച് യത്തീമിന്റെ അത്താണിയായി നിരവധി സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടുവരാനും അതിന്റെ നന്മകൾ ചെയ്യാനും അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച്, ഒരാവശ്യത്തിന് സമീപിക്കുന്നവരോട് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്, എനിക്കൊറ്റൊരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ 7 യത്തീമിന് ചോറ് കൊടുക്കണം. ആ ഒരു വലിയ മനുഷ്യൻ, ഒരുപാട് യത്തീംഖാനകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വലിയ വിദ്യാഭ്യാസമായി ചിന്തിച്ച ആളായിരുന്നു. മകനെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അൽ ഹസറിൽ പഠിപ്പിക്കുന്ന അക്കാലത്ത്, ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലത്ത് ഇത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മാതൃകയിലേക്ക് അദ്ദേഹം മക്കളെ ഉയർത്തിക്കൊണ്ടുവന്നു. അൽഹംദുലില്ലാഹ്, അത് പറഞ്ഞാൽ തീരില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ കാലമാണ് സംസ്ഥാന പ്രസിഡന്റായിട്ട് അദ്ദേഹം ഏറ്റെടുത്തതെങ്കിലും ആ കാലം ഒരു നൂറ്റാണ്ട് ചെയ്യേണ്ട പ്രവർത്തനം ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ മഹാനെക്കുറിച്ച് ജനങ്ങൾ പഠിക്കണം, ആളുകൾ പഠിക്കണം. നമ്മളൊരു ചരിത്രം പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ഒരു ആളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1-2 അധ്യായം വായിക്കും, അവിടെ നിർത്തും. അങ്ങനെ ചെയ്യാതെ ഇവരെക്കുറിച്ചൊക്കെ പൂർണ്ണമായി പഠിക്കാൻ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, അതിന് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.